ഇനിയിപ്പോൾ വരാനുള്ളത് സ്കൂളുകൾ കോളേജുകളിലൊക്കെ ടൂറാണ് ഇനി വരാനുള്ളൊരു സംഭവം. ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളിടത്തും കൂടിയും ടൂറ് വരും. ടൂറ് വരുമ്പോൾ എന്താ നമുക്കുള്ള ഒരു കുട്ടികളെ കൂടിയും ടൂറ് പോയി വന്നതിൻ്റെ ശേഷം ആ പോയത് ശരിയായില്ല എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമില്ല. അതേസമയത്ത് ഓല് പോകണതിൻ്റെ മുന്നേ പറയണം, കുട്ടികളെ ടൂറിൻ്റെ സമയമാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നായിട്ട് പോകരുത്, ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒപ്പാണ് ടൂറ് പോകേണ്ടത്. ശരിക്ക് ടൂറ് പോകണം, പോകണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ദുനിയാവൊക്കെ നടന്ന് കാണണം, അതൊരു ഇബാദത്വമാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയും ചെയ്തിട്ടുണ്ട്, ദുനിയാവ് മൊത്തം നടന്ന് കാണലൊരു ഇബാദത്താണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്ത് വേണം, ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒപ്പം പോകാൻ പറ്റുന്നിടത്തേക്ക് ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒപ്പം പോയിട്ട് കാണണം, ഒരു കുഴപ്പം പറ്റില്ല. അതിന് ബാപ്പാക്കും ഉമ്മാക്കും കുട്ടികളായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പോകാനുള്ളൊരു ഒഴിവ് വേണം. അതിന് ഇടയ്ക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൻ്റെ ഷട്ടർ താത്തിയിട്ടുങ്ങാണ്ട് കുട്ടികളൊപ്പം ചോറ് വെച്ചാണ്ട് എടുക്കലൊന്ന് പോകണം. ഇതന്നെ അതിന് ഒഴിവില്ലാതെ വരുമ്പോഴാണ് ഓർക്ക് ആരെയിലൊപ്പം പോകണമെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ടൂറാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നൊരു കാര്യം. വന്നതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളതിനെക്കുറിച്ച് പറയണം. പ്രണയങ്ങൾ ആരംഭിക്കുന്നത് ടൂറിൽ നിന്നാണ്. പ്രണയം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പോക്കൊക്കെ നല്ല ഉഷാറിലേക്കാരം. ഞാൻ ഇപ്പോൾ ഏകദേശം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കുന്ന ഒരാളാണ്. തിരുവനന്തപുരം മുതൽ മംഗലാപുരം, തമിഴ്നാടിൻ്റെ മലയാളികൾ താമസിക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. നമ്മളെ പെരേന്ന്, നമ്മളെ സ്കൂളിൽ നിന്ന്, നമ്മളെ കോളേജിൽ നിന്ന് നല്ല ചുരിദാറും മഫ്തിയിട്ട് ഇറങ്ങിയ കുട്ടി താമരശ്ശേരി എത്തുമ്പോഴേക്ക് ജീൻസ് പാൻറ്റും ടീഷർട്ടും ആക്കി മാറ്റുന്നു പെൺകുട്ടി. കണ്ണുകൊണ്ട് കാണുന്നതാട്ടോ, പറഞ്ഞിട്ട വിവരമല്ല. 3 ദിവസം മുമ്പ് ഞാൻ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പമ്പിൽ മൂത്രയിക്കാനും വണ്ടിയിൽ എണ്ണടിക്കാനും കൂടിയും കയറിയപ്പോൾ ആണുങ്ങളെ മൂത്രപ്പെരേന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ഇറങ്ങി വരുന്നത് ഈ കണ്ണുകൊണ്ട് കണ്ടു. പേര് മാപ്പിളാര പേരാണ്, പേര് മാപ്പിളാര പേരാണ്. ഇത് സത്യമാണ്, നുണ പറഞ്ഞങ്ങാണ്ട് നിങ്ങളോട് വയത് പറയേണ്ട ഒരു കാര്യം എനിക്കില്ല. ഇത് ഒരു രംഗമല്ല, നിരവധി രംഗം. ആ കുട്ടികളും പോകുന്നത് യത്തീം കുട്ടിയല്ല, വാപ്പി ഇമ്മി ഉള്ളിടത്തുനിന്ന് ഇറങ്ങിപ്പോന്നതാണ്. വാപ്പി ഇമ്മി ഹയാത്തുള്ള ആൾക്കാർ മുന്നിൽ നിന്ന് പോകുന്നതാണ്, അല്ലാതെ യത്തീം കുട്ടികളൊന്നല്ലത്. എൻ്റെ വിഷയം നമുക്കൊരു ബോധവും ഇല്ലാതാകുന്നുണ്ട്, ഒരു ചിന്തയും ഇല്ലാതെയാകുന്നുണ്ട്. പ്രണയത്തിൽ ഒരു പെൺകുട്ടി ചാടിപ്പോവുകയാണെങ്കിൽ ചാടിപ്പോകുന്നതിൻ്റെ മുമ്പ് 5 കൊല്ലം ഉണ്ടാവുമെന്നാണ്. അങ്ങനെയാണ് കണക്ക്. ഇന്ന് പ്രേമിച്ച് നാളെ ചാടൂല. ചാടണതിൻ്റെ ഇടയിൽ ഏറ്റവും ചുരുങ്ങിയത് 5 വർഷം ഉണ്ടായിരിക്കും. ഈ 5 കൊല്ലത്തിനിടയിൽ ഏറ്റവും ചുരുങ്ങിയത് 5 തവണയെങ്കിലും ഞാൻ പ്രേമിക്കുന്നുണ്ട് എന്ന വിഷയം ഈ കുട്ടി ഉമ്മാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കും. ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല. ഇന്ന് പ്രേമിച്ച് നാളെ ചാടൂല. ചാട്ടത്തിൻ്റെയും പ്രണയം തുടങ്ങുന്നതിൻ്റെയും ഇടയിൽ 5 വർഷമുണ്ടായിരിക്കും. ഈ 5 കൊല്ലത്തിനിടയിൽ ഏറ്റവും ചുരുങ്ങിയത് പ്രേമിക്കുന്ന കുട്ടി, ആണാവട്ടെ പെണ്ണാവട്ടെ, ഉമ്മാൻ്റെ ശ്രദ്ധയിലേക്ക് എനിക്ക് ഒരാളുമായി പ്രണയമുണ്ട് എന്ന കാര്യം 5 തവണയെങ്കിലും കൊണ്ടുവരും. എന്താ അങ്ങനെയൊക്കെ പറയാൻ കാരണം? ഉമ്മയും കുട്ടികളും തമ്മിലുള്ള ബന്ധം എന്നത് അവസാനിക്കാത്ത ബന്ധമാണ്. നമ്മളെ കയ്യമ്മ ഇവിടെ ഒരു മുറി ഉണ്ടായാൽ, ആ മുറി ഉണ്ടായടുത്ത് ഒരു കുഴി ഉണ്ടായാൽ, ഈ മുറി ഉണങ്ങിയാൽ ആ കുഴി തൂരും. ഈ മുറി ഉണങ്ങിക്കഴിഞ്ഞാൽ ആ കുഴി തൂരും. ഇങ്ങനെ കുഴി തൂർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ പഴയ പോലെ തൊലി വന്നിട്ട് നമ്മുടെ ശരീരം പോലെ ആയി മാറും. എന്നാൽ നമ്മളെ മേത്ത് ഒരു മുറിൻ്റെ പാട് തൂരാതെ നിലനിൽക്കുന്നുണ്ട്. അത് പൊക്കിളിൻ്റെ കുഴിയാണ്. എന്താ കാര്യം? ആ പൊക്കിൽ കൊടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബന്ധം അവസാനിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് ഉമ്മാക്ക് സൂചന കൊടുക്കാതെ ഒരു കുട്ടിയും ചാടൂല. അത് ഉമ്മാക്ക് ശ്രദ്ധിക്കാനുള്ള ഒഴിവ് വേണം, എന്നാലേ പറ്റുള്ളൂ. ഒരു ദിവസം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി വന്നിട്ട് ഉമ്മാട് പറഞ്ഞു, ഉമ്മ, ഞങ്ങളെ സ്കൂളിൽ നല്ല തടിച്ച ഒരു കുട്ടിയുണ്ട്, നല്ലോണം പഠിക്കും എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്നാൽ
സ്കൂളിൽ ഒരു തടിച്ച കുട്ടി ഉണ്ടാകുന്നതിന് നമ്മളാരും എതിരല്ല, ഓ നന്നായി പഠിക്കണേനും നമ്മളാരും എതിരല്ല. പക്ഷേ തടിയനായ പഠിക്കുന്ന ഒരു സ്കൂളിലെ ഒരു ആൺകുട്ടിയെ എൻ്റെ കുട്ടിക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള പെണ്ണിൻ്റെ പേരാണ് ഉമ്മ എന്ന് പറയണത്. അതിനെ ഉമ്മ എന്ന് പറയുള്ളൂ, സൂചനയാണ്. 9:35 സ്ഥിരമായി സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി ഒരു ദിവസം ഉമ്മാനോട് വന്നിട്ട് പറഞ്ഞു, ഇമ്മ നാളെ മുതൽ ഞാൻ 9:45 ബസ്സിനാണ് പോണത്. എന്താ മോളെ 9:35 ബസ്സിന് പോയിരുന്ന നീയ് നാളെ മുതൽ 9:45 ബസ്സിനാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, 9:45 ബസ്സിൽ തിരക്ക് കുറവാണുമ്മ, അതിന് പോയാലും 10 മണിക്ക് ബെല്ലടിക്കുമ്പോഴേക്ക് സ്കൂളിലേക്ക് എത്തും. നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, 9:35 തന്നെ പോയിക്കോളെന്ന് എന്താ അത്ര വാശി, 10 മണിക്ക് ബെല്ലടിക്കുമ്പോൾ എത്തിയാൽ പോരെ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഒരു കുട്ടി ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞാൽ അത് ഉമ്മാക്ക് ഒരു സൂചന നൽകുകയാണ്, ഉമ്മ 9:45 ബസ്സിൽ ഡാഷ് ഉണ്ട്, ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഉമ്മാക്കിത് മനസ്സിലാവണം, ഇതാണ് ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞത്. പിറ്റേ ദിവസം വൈകുന്നേരം വാപ്പ കന്നൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ വാപ്പാനോട് പറയണം, പിന്നെ ഇങ്ങോട്ടോക്കി നമ്മളെ മോള് എന്നും 9:35 ബസ്സിനാണ് സ്കൂൾക്ക് പോകൽ. ഇന്ന് ഓള് വന്നപ്പോൾ പറഞ്ഞു നാളെ മുതൽ 9:45 ബസ്സിനാണ് പോണത്, എനിക്കെന്തോ ഒരു ബേജാറ് തോന്നുന്നുണ്ട് എന്ന് ഉമ്മ വാപ്പാട് പറയണം. പിറ്റേന്ന് മൂപ്പര് കന്നൂട്ടിന് പൊയ്ക്കോട്ടെ, അതിൻ്റെ പിറ്റേന്നും പൊയ്ക്കോട്ടെ, അതിൻ്റെയും പിറ്റേന്ന് രാവിലെ കന്നൂട്ടാൻ പോകുമ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തൊന്ന് ചെന്ന് നിൽക്കണം. 9:45 ബസ്സിന് നമ്മളെ കുട്ടി കയറാൻ വരുമ്പോൾ ആരാ അവിടെ ഉള്ളത്, ആരോടാ വർത്താനം പറഞ്ഞത് എന്നൊന്ന് നോക്കണം. ഒന്നും കണ്ടില്ല എന്ന് വിചാരിക്കുക. എന്നാൽ കുട്ടി മുന്നത്തെ ഡോറിൽ കൂടെ ബസ്സിക്കാണ് കയറുമ്പോൾ മൂപ്പര് ബാക്കിത്തെ ഡോറിൽ കൂടിയാണ് കയറിയിട്ട് മിനിമം ചാർജ് 10 റുപ്യ കൊടുത്തുങ്ങാണ്ട് കമ്പിമ പിടിച്ചൊന്ന് നിൽക്കണം. ഇതിന് ഒഴിവുള്ള മീശക്കാരൻ്റെ പേരാണ് വാപ്പാൻ, അല്ലാത്തവൻ്റെ പേര് പുതിയാപ്പിള. പുതിയാപ്പിള ആവാൻ വലിയ പണിയൊന്നുമില്ല, ഓഡിറ്റോറിയത്തിന് ഒഴിവുള്ള ദിവസം നോക്കിയിട്ട് ഒരു ഡേറ്റ് കാണുക, നന്നായിട്ട് ബിരിയാണി വെക്കാൻ അറിയുന്ന ഒരാളെ നല്ല മുട്ടക്കോഴി കൊണ്ട് ബിരിയാണി വെക്കാൻ വേണ്ടി ഏൽപ്പിക്കുക, കുറച്ച് കോട്ടും പാൻറ്റും ഒക്കെ വാടകയ്ക്ക് കിട്ടും, അത് വാങ്ങുക, 1-2 ക്യാമറക്കാരോടൊക്കെ വരാൻ പറയുക. പുതിയാപ്പിളയാകാൻ ഒരു പ്രയാസമില്ല, വാപ്പയാകാൻ നല്ലോണം അധ്വാനം ഉണ്ടാവും. വാപ്പയാകാൻ നല്ലോണം മെനക്കെടുണ്ട്, അതന്നെ ഈ വ്യത്യാസം. ഇങ്ങനെ 5 തവണ ഏറ്റവും ചുരുങ്ങിയത് ഒരു കുട്ടി ഉമ്മാക്ക് സൂചന നൽകും ചാടിപ്പോണതിൻ്റെ മുന്നേ, അല്ലാതെ ആരും ചാടൂല. ഇതിപ്പോൾ 2 ഞാൻ പറഞ്ഞെന്നുള്ളൂ, ഇങ്ങനെ ഒരുപാടുണ്ട്. ആൾക്കാർ നന്നാകുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. കാലഘട്ടം ഫസാദായിട്ടുണ്ട്, ആൾക്കാരൊക്കെ കേടുവന്നിട്ടുണ്ട്, ഇനി ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, നേരാകാൻ പോണില്ല എന്നത് ശൈത്താൻ പറഞ്ഞു തരുന്ന വർത്തമാനമാണ്. അതിൽ നമ്മൾ പെടരുത്. കാലഘട്ടത്തിനൊന്നും പറ്റിയിട്ടില്ല. ഈസാ നബി പടഞ്ഞു വരാണ്ട്, മഹ്ദി ഇമാം വരാണ്ട്, ഇസ്ലാമിക ഭരണം നടക്കാനുണ്ട്, ഇതൊക്കെ ഇനി ഈ ലോകത്ത് നടക്കാനുള്ളതാണ്. കാലഘട്ടത്തിനൊരു കുഴപ്പമില്ല. പണ്ടും ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റമില്ല. പിന്നെന്തേ, എല്ലാ കാലഘട്ടത്തിലെയും നന്നാകൽ ഒരേ മാതിരി ആവില്ല, വ്യത്യാസം ഉണ്ടാവും. എല്ലാ കാലത്തെയും മുഅ്മിനീങ്ങൾ ഒരേപോലെയല്ല, എല്ലാ കാലത്തെയും സ്വാലിഹീങ്ങൾ ഒരുപോലെയല്ല, എല്ലാ കാലത്തെയും മുത്തഖീങ്ങൾ ഒരുപോലെയല്ല, എല്ലാ കാലത്തെയും സ്വാബിരീങ്ങൾ ഒരുപോലെയല്ല, എല്ലാ കാലഘട്ടത്തിലെയും മുതവക്കിലീങ്ങൾ ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. ഇന്നത്തെ കാലത്തെ മുത്തഖിയായി ജീവിക്കാൻ ഞമ്മക്കും നമ്മളെ മക്കൾക്കും കഴിയണം.
ഏതാ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ? ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2022 ഞാൻ പ്രധാനമായും വിലയിരുത്തിയത് 3 സംഭവമാണ്. ഒന്ന്, കളിക്കാൻ ടർഫിക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളൊരു സംഭവമാണ്. രണ്ടാമത് ഇപ്പോൾ 2022 ഞാൻ മനസ്സിലാക്കിയ രണ്ടാമത്തെ ഒരു സംഗതി, തറാവി കഴിഞ്ഞാൽ അച്ചാർ തിന്നാൻ പോവുക. ഇതാണ് പിന്നെ ഞാൻ കണ്ട ഈ 22 കണ്ട വേറെ സംഭവം. ഞാൻ കണ്ട അല്ലാത്ത നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്നിപ്പോൾ വയലുതരാനുള്ള അവസരം എനിക്കേ ഉള്ളൂ. നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ നിങ്ങൾ പറഞ്ഞോളി. ഞാൻ കണ്ട ഈ കാലഘട്ടത്തിലെ മൂന്നാമത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ടൗസർ ഇട്ടുങ്ങാണ്ട് അങ്ങാടി കൂടി നടക്കുക. ഇതൊക്കെയാണ് 2022 മാറ്റം. ഇതിൽ നല്ല മനുഷ്യന്മാരുണ്ടാവുന്ന ഞാനീ പറയണത്. ഇതിലൊക്കെ നല്ല മനുഷ്യന്മാരുണ്ടാവും. കളിക്കാൻ ടർഫിക്ക് പോണതിൽ നല്ല മനുഷ്യന്മാരുണ്ടാവും. ഏതാ അയിത്ത നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ അവിടുന്ന് കയറി പോരും. അതാണ് അയിത്ത നല്ല മനുഷ്യൻ. അല്ലാതെ പോകാത്തവനല്ല. പോകാത്തതുണ്ടെങ്കിൽ ഉഷാർ തന്നെയാണ്. പക്ഷേ അതിന് പരിശ്രമിക്കുന്നതിനേക്കാൾ ആ മഗ്‌രിബ് ബാങ്കിൻ്റെ നേരത്തെ ഒന്ന് നിർത്തിങ്ങാണ്ട് ഒരു മഗ്‌രിബ് നിസ്കരിച്ച് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഒരു കൽബി നമുക്ക് ഉണ്ടാവണം. ഇതാണ് ചെറിയ മാറ്റം. ഇതിനെ വലിയ മാറ്റമായി നമുക്ക് കാണാൻ പറ്റണം. എല്ലാ കാലഘട്ടത്തിലെയും മുത്തഖീങ്ങൾ ഒരേമാതിരിയല്ല. ഈ കാലത്തെ മുത്തഖി എന്ന് പറഞ്ഞാൽ കളിക്കാൻ ടർഫിക്ക് പോകുന്നുണ്ടെങ്കിലും മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ നായ്ക്കൾ കൂക്കും പോലെ കൂക്കണില്ല എങ്കിൽ മുത്തഖിയാണ്. ടൗസർ ഇട്ടുങ്ങാണ്ട് നടക്കുന്നുണ്ടെങ്കിലും അങ്ങാടിക്ക് വരുമ്പോൾ അതിൻ്റെ മേലെ കൂടി ഒരു തുണിയും കൂടി എടുക്കുന്നുണ്ടെങ്കിൽ ആൾ മുത്തഖിയാണ്. തറാവി കഴിഞ്ഞിട്ട് അച്ചാർ തിന്നാൻ പോകുന്നുണ്ടെങ്കിലും ഒച്ചയിടണില്ല, എന്നാൽ ആൾ മുത്തഖിയാണ്. ഇങ്ങനെയാണ് എല്ലാ കാലത്തും നല്ല മനുഷ്യന്മാരുണ്ടാവും. ഈ കാലത്തെ നല്ല മനുഷ്യന്മാരെ ഉണ്ടാക്കി തീർക്കലാകുന്നു നമ്മുടെ ഡ്യൂട്ടി. ഇതിനെന്തുവാണെന്ന് നിങ്ങൾ കുറച്ച് കാലേ കൂട്ടി ചിന്തിക്കണം. ഇപ്പോൾ വന്നതെന്താണ് എന്ന് ആലോചിക്കുന്നതിനേക്കാൾ ഇനി വരാനുള്ളത് എന്താണ് എന്നത് ആലോചിക്കണം.